ഹായ് സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലിഗയിലേക്ക് താൻ വീണ്ടും തിരിച്ചു വരികയാണെന്നുള്ളൊരു കാര്യം ദേവ്ജി സാഗറിനോടും കൃഷ്ണനെ അറിയിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ദേവ്ജി പറയുന്നുണ്ട്, ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം അത് നിങ്ങളെ വിഷമിപ്പിക്കുക എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് പറയാതിരിക്കാനും കഴിയില്ല. വേറൊന്നുമില്ല, ഞാൻ വീണ്ടും അലിഗയിൽ ചാർജ് എടുക്കണമെങ്കിൽ എനിക്ക് 2 നിബന്ധനകളുണ്ട്. സാഗർ ചോദിക്കുന്നുണ്ട്, എന്ത് നിബന്ധനകളാണ് ദേവ്ജി? ഒന്ന്, അലിഗ ഡിസൈൻസിന്റെ അവസാന വാക്ക് ഞാനായിരിക്കണം. അതായത് ഒരു ഡിസൈൻ അംഗീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള അവകാശം എനിക്ക് മാത്രമേ ഉണ്ടാകാൻ പാടൂ. ഇപ്പോ മാനസയിലാണല്ലോ ആ അവകാശം നിൽക്കുന്നത്. ഇനി ഞാനായിരിക്കണം ഡിസൈൻസിന്റെ മേലുള്ള ഡിസിഷൻ മേക്കർ. സാഗർ ഇത് കേൾക്കുന്നതും തീർച്ചയായിട്ടും ഈ കാര്യം ഞങ്ങൾ അംഗീകരിച്ചു തരുന്നു എന്ന് പറയുന്നു. തുടർന്ന് ദേവ്ജി രണ്ടാമത്തെ നിബന്ധന അവൾ പറയുന്നുണ്ട്, എന്റെ കൂടെ ഡിസൈനറായിട്ട് അവിടെ കൺമണി ഉണ്ടായിരിക്കണം. കൺമണി ഇപ്പൊ സാഗറിന്റെ വീട്ടിലെ ആ ചെറിയ യൂണിറ്റിലല്ലേ, അവിടെ ജനറൽ കാറ്റഗറിയിലല്ലേ, അവൾ ഡിസൈനറായിട്ട് തന്നെ വരണം. ഹെഡ് ഓഫീസിൽ എന്റെ സെക്ഷനിൽ. അതും അംഗീകരിക്കുന്നുവെന്ന് സാഗർ സമ്മതിക്കുന്നുണ്ട്. ശേഷം പറയുന്നുണ്ട്, വാസ്തവത്തിൽ കൺമണി ഞങ്ങളുടെ ഒരു കുടുംബാംഗം പോലെ തന്നെ ആയിട്ടുണ്ട്. എന്നാൽ ദേവ്ജി പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ കുടുംബാംഗമായിട്ട് വീട്ടിൽ തന്നെ തളച്ചിടേണ്ട ഒരു കുട്ടിയല്ല കൺമണി, ആകാശം മുട്ടെ ഉയരേണ്ട ഒരു പ്രതിഭയാണ്. കൺമണി ഏതായാലും എന്റെ കൂടെ തന്നെ വേണമെന്ന് പറയും. ഈ 2 നിബന്ധനകളും 100% തന്നെ സമ്മതിക്കുന്നു എന്ന് പറയുന്നുണ്ട് കൃഷ്. സാഗർ ചോദിക്കുന്നുണ്ട്, ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അത് പിന്നെ അന്നത്തെ ആ അവാർഡ് അത് മാനസയ്ക്ക് തന്നെ അറിയിച്ചതായിരുന്നില്ലേ? അത് കൺമണിയാണെന്ന് വരച്ചതെന്ന് ദേവ്ജി പറഞ്ഞു. പക്ഷേ കൺമണി തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. വാസ്തവത്തില് സത്യം എവിടെയാ ദേവ്ജി? അങ്ങേപ്പോലെ ഒരാൾ കള്ളം പറയില്ല. കൺമണി കള്ളം പറയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ഇത് കേട്ടിട്ട് ദേവ്ജി പറയുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ സാഗർ, അതൊക്കെ മറന്നേക്ക്. ഒരുപക്ഷെ അന്നത്തെ ആ സംഭവം എനിക്ക് പറ്റിയ തെറ്റുമായിരിക്കാം. അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ അലിഗയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി. കൺമണിയെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരിക എന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ദേവ്ജി. അതിനുശേഷം ചിരിച്ച മുഖവുമായിട്ട് കൃഷ് കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കൺമണിയാണെങ്കിൽ എന്തോ വർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. കൃഷ് ആണെങ്കിൽ കൺമണിയെ തന്നെ ഉറ്റുനോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്ന കൺമണിയാണെങ്കിൽ ആകെ അന്തിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം കൃഷ് വന്നിട്ട് കൺമണിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനെന്നോണം കൈ കാണിക്കുമ്പോ കൺമണിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കൃഷ് പറയും, ഒന്ന് കൈ നീട്ട് കൺമണി, ഒരു ഷെയ്ക്ക് ഹാൻഡ് തരാനാ. എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് കൺമണി. എന്നാൽ കൈ തരാൻ തന്നെ പറയുന്നു കൃഷ്. അങ്ങനെ കൈ കൊടുക്കുന്ന കൺമണിയോട് കൺഗ്രാറ്റുലേഷൻസ് അലിഗയുടെ ഒഫീഷ്യൽ ഡിസൈനറിന്. അത് കേൾക്കുന്നതും കൺമണിക്ക് ആകെ അത്ഭുതമാവുന്നുണ്ട്. തുടർന്ന് കൃഷ് പറയുകയാണ്, കൺമണി തിരിച്ചു വരണം അലിഗയിലേക്ക്. കൺമണിയുടെ അടുത്ത് ഇത് പറയുമ്പോൾ എനിക്കിതൊരു പ്രായശ്ചിത്തം കൂടെയാ. ഒരിക്കൽ ഞാനായിട്ട് ഇറക്കിവിട്ട കമ്പനിയിലേക്ക് കൺമണിയെ ഞാൻ തന്നെ കൈപിടിച്ച് കയറ്റാൻ പോകുക. കൺമണിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് പകച്ചു നിൽക്കുന്നത് കാണുമ്പോൾ വിശ്വാസം വന്നില്ല അല്ലേ? സത്യമാണ് കേട്ടോ, ഒരിക്കൽ ചെയ്ത തെറ്റുകൾ തിരുത്താനുള്ള ശ്രമം. അതും പറഞ്ഞ് കൃഷി വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന മാനസ സാഗറിന്റെ അടുത്ത് നിന്ന്, അങ്കിൾ ഈ പറയുന്നത് ദേവ്ജി അലിഗയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണോ? അതേന്ന് സാഗർ മറുപടി കൊടുക്കുന്നുണ്ട്. കമ്പനി ഒരു ക്രൈസിസിലേക്ക് പോകുക. ഈ ഒരു സാഹചര്യത്തില് ദേവ്ജിയെ പോലെ ഒരാൾ നമ്മുടെ കമ്പനിയിലേക്ക് വേണം. എന്നാൽ മാനസ ചോദിക്കുന്നുണ്ട്, അങ്കിൾ ഞാൻ GM അല്ലേ, എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലേ? ഞാൻ കൃഷ്ണനോട് പറഞ്ഞതാ ദേവ്ജി വരുന്നതിൽ എനിക്ക് താല്പര്യമില്ലെന്ന്. ഉടനെ സാഗർ തിരിച്ചു പറയുന്നുണ്ട്, എന്റെയും കൃഷിന്റെയും മാനസയുടെയും ഒന്നും അഭിപ്രായമല്ല, കമ്പനിയുടെ താല്പര്യത്തിനാണ് ഇപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ടത്. കമ്പനിക്ക് എന്ത് സംഭവിച്ചു എന്നാ അങ്കിൾ ഈ പറയുന്നത്? ആ BR ഗ്രൂപ്പ് വരുന്നതിന്റെ പ്രശ്നമാണോ? അലിഗയെ പോലെ ഒരു കമ്പനി ഇന്നലെ വന്ന ഏതോ ഒരു ഗ്രൂപ്പിനെ പേടിക്കുന്നതൊക്കെ നാണക്കേടാ. എന്തായാലും ദേവ്ജി നമുക്ക് വേണ്ട, ഞാനുമായിട്ട് അയാൾ ശരിയാവില്ലെന്നേ. സാഗറിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് മാനസയുടെ വാക്കുകൾ. മൈൻഡ് യുവർ വേർഡ് എന്ന് പറയുന്നുണ്ട് അരിശത്തോടെ. എന്താ നീ പറഞ്ഞത്? അയാളെന്നോ? പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവം കൊണ്ടും ഒരു വലിയ മനുഷ്യനെയാ നീ അയാളെന്ന് പറഞ്ഞ് പുച്ഛിച്ചത്. ഇതേ സമയം സുജ വന്നിട്ട് സാഗറിനോട് ചില്ലാവാൻ പറയുന്നുണ്ട്. അപ്പൊ സാഗർ പറയും, കമ്പനി MD GMനോട് സംസാരിക്കുകയാണ്, അതിനകത്ത് കയറി ആരും ഇടപെടണ്ട. ശേഷം മാനസയോടായിട്ട്, മാനസ ദേവ്ജി കമ്പനിയിൽ ചാർജ് എടുക്കും, ദേവ്ജിയുടെ അഭിപ്രായം അനുസരിച്ച് കൺമണിയെ ഓഫീസിൽ ഡിസൈനർ പോസ്റ്റിൽ നിയമിക്കുകയും ചെയ്യും. നമ്മുടെ കമ്പനിയുടെ ഡിസൈൻസിന്റെ അവസാന വാക്ക് ഇനി കൺമണിയും ദേവ്ജിയുമായിരിക്കും. അത് സൂപ്പർവൈസ് ചെയ്യുന്നത് വിദ്യ തന്നെയായിരിക്കും. പിന്നെ ഭരണപരമായിട്ട് GM തന്നെയായിരിക്കും മുകളിൽ. അതിനൊരു മാറ്റവും ഇല്ല. അഡ്മിനിസ്ട്രേഷൻ ഹെഡ് മാനസ തന്നെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സൂചിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് മാനസയോട്, പിന്നെന്താ മോളെ കുഴപ്പം? ഇതേ സമയം കൃപ പറയുന്നുണ്ട്, അച്ഛാ ഒരു കാര്യം, കൺമണിയെ ഡിസൈനർ ആക്കിയതിൽ സന്തോഷം, പക്ഷേ കൺമണി ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അച്ഛാ, കൺമണിയെ അങ്ങോട്ട് മാറ്റണ്ട. സൂചിയാണെങ്കിലും സാഗറിനെ നിർബന്ധിക്കുന്നുണ്ട്. അതെ സാഗർ, കൺമണി ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ്. എന്നാൽ സാഗർ പറഞ്ഞു കൊടുക്കും, സുജ കൺമണിക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, അതിങ്ങനെ ഇവിടെ കെട്ടിക്കിടന്ന് ഇല്ലാതാക്കാൻ പറ്റില്ല. ദേവ്ജി വന്നു കഴിഞ്ഞാൽ കൺമണി ഓഫീസിൽ പോസ്റ്റ് ചെയ്യണം, അത് ദേവ്ജിയുടെ പ്രത്യേക നിർദ്ദേശം കൂടെയാണ്. ഉടനെ മാനസ പറയുന്നുണ്ട് സാഗറിനോട്, അങ്കിൾ ആ ദേവ്ജി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺമണിയെ ഓഫീസിലോട്ട് നിയമിക്കുന്നത്. എന്നാൽ സാഗർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കൺമണി ഓഫീസിൽ വരുന്നത് എങ്ങനെയാ
മാനസക്ക് ഇൻസൾട്ട് ആവുന്നത്. കൺമണി വരുന്നത് ഇൻസൾട്ട് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്കെതിരെ കൺമണിയെ മുന്നിൽ നിർത്തി ആരോപണം ഉന്നയിച്ച ആളാണ് ആ ദേവ്ജി. അപ്പൊ വീണ്ടും കൺമണിയെ ഓഫീസിൽ കൊണ്ടുവരുന്നത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? കൺമണി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ ഞാനും പറയുന്നത്. സാഗർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നത്തെ ഡിസൈൻസും പ്രശ്നങ്ങളൊന്നും ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ട മാനസ. എന്തായാലും ദേവ്ജിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്ത് കഴിഞ്ഞു. ദേവ്ജി അലികയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ തന്റെ ഉറച്ച തീരുമാനം പറഞ്ഞ് സാഗർ അവിടെ നിന്നും പോവുകയാണ്. എണീറ്റ് മാനസയാണെങ്കിലും ഭക്ഷണമൊന്നും കഴിക്കാതെ തിരിച്ചു പോകുന്നത് കണ്ടിട്ട് സുജയും അതുപോലെ കൃപയും ഒക്കെ നിർബന്ധിക്കുന്നുണ്ട് വല്ലതും കഴിക്കാൻ വേണ്ടിയിട്ട്. ആന്റിയമ്മയും പറയുന്നുണ്ട് മാനസയുടെ ഓഫീസ് കാര്യങ്ങൾ ഓഫീസിൽ വെച്ച് സംസാരിച്ചാൽ മതിയായിരുന്നു. എല്ലാവരും കൂടെ പറഞ്ഞിട്ടും മാനസ ആഹാരം കഴിക്കുന്നില്ല എന്ന് കാണുമ്പോൾ സാഗർ ആണെങ്കിലും പിന്നീട് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞതിലുള്ള ദേഷ്യം കൊണ്ടാണോ മോള് ആഹാരം കഴിക്കാതിരിക്കുന്നത്? പ്രൊഫഷനെയും വ്യക്തി ജീവിതത്തിനെയും രണ്ടിനെയും രണ്ടായിട്ട് കാണുക. ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തർക്കവും അഭിപ്രായ വ്യത്യാസവും അതൊക്കെ ഉണ്ടാവും. അത് അവിടെ തീരണം എല്ലാം ഉപദേശിച്ചിട്ട് മാനസയോട് കഴിക്കാൻ പറയുന്നുണ്ടെങ്കിലും മാനസയാണെങ്കിലും കട്ട വാശിയിൽ തന്നെയാണ്. ഒന്നും കഴിക്കാതെ പോവുക തന്നെയാണ് മാനസ ചെയ്യുന്നത്. കൃപയും ആന്റിയമ്മയും അതുപോലെ സുജയും ഒക്കെ പോകുന്നുണ്ട് മാനസയുടെ പിന്നാലെ മാനസയെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട്. സാഗർ ആണെങ്കിലും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. അങ്ങനെ ആകെ അരിശം മുത്ത് നിൽക്കുന്ന മാനസ ദേവ്ജിയോടുള്ള തന്റെ ദേഷ്യം സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് തീർക്കുകയാണ്. ഈ സമയം ആന്റിയമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, കല്യാണം വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോ അത് തകർക്കാനാണോ നിന്റെ പുറപ്പാട്? അപ്പൊ മാനസ തിരിച്ചു പറയും, ആന്റിയമ്മേ അങ്കിള് പറഞ്ഞത് കേട്ടില്ലേ? ആ ദേവ്ജിയെ കൊണ്ടുവന്ന് പുനഃപ്രതിഷ്ഠിക്കാൻ പോവുകയാണെന്ന്. ദേവ്ജി ഒരു ശകുനി. അങ്ങേര് ദേവ്ജിയല്ല, എന്റെ കാലന. എന്റെ വാക്കിനെയോ എന്നെ പറ്റിയോ എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അങ്കിൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമായിരുന്നോ? ആന്റിയമ്മ പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങ് മാനസേ. വന്ന വഴി മറക്കരുത് മാനസേ. നീ ഒന്ന് സമാധാനിക്കേ. പിന്നെ നീ വന്ന വഴി ശരിയല്ല എന്ന് കണ്ടെത്തിയതും അത് വിളിച്ചു പറഞ്ഞതും ആ ദേവ്ജി ആണെന്നുള്ള ഓർമ്മയുണ്ടല്ലോ. പിന്നെ നീ കുറച്ചു മുമ്പ് പറഞ്ഞ് ബഹളം വെച്ചില്ലേ നിന്റെ കഴിവിനെ പറ്റി? എന്റെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞ് നിന്റെ കഴിവ് എന്താണെന്ന്. ആ കൺമണി ഉള്ളതുകൊണ്ട് അവളുടെ സാഹചര്യത്തെ അന്ന് നീ മുതലെടുക്കുകയായിരുന്നു, അല്ലെങ്കിൽ കാണായിരുന്നു. ഇതെല്ലാം കേൾക്കുമ്പോ മാനസൊക്കെ ആണെങ്കിൽ ഉത്തരം മുട്ടി പോകുന്നുണ്ട്. ആന്റിയമ്മ പറയുന്നുണ്ട് വീണ്ടും, എനിക്കും നിനക്കും സത്യങ്ങൾ അറിയുന്ന പോലെ ആ ദേവ്ജിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ആ ദേവ്ജിയുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കണമെന്നാണോ ആന്റിയമ്മ പറഞ്ഞത്? ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ നിന്റെ എടുത്തയാട്ടം കണ്ട് ഞാൻ നിനക്ക് കൂട്ടു നിൽക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? നീ കൃഷ്ണനെ സ്നേഹിക്കുന്നതിന്റെ ആഴം ഈ ആന്റിയമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാ. ഇപ്പൊ നീ താഴെ കാണിച്ച ഷോ ഓഫിന് കാരണം പോച്ചൊന്ന് തരാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞാനതങ്ങ് അടക്കി. കാരണം എന്താണെന്നറിയോ? സന്ദർഭത്തിനനുസരിച്ച് വേണം ബുദ്ധിയുള്ള മനുഷ്യൻ പെരുമാറാൻ. അത് പിന്നെ ആന്റിയമ്മയെ എനിക്ക് ദേഷ്യം വന്നിട്ടാ എന്നൊക്കെ മാനസ പറയുമ്പോ, നീ ഈ പേഷ്യൻസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ പേഷ്യൻസോടെ ചിന്തിച്ച് യുക്തിപൂർവ്വം വേണം പെരുമാറാൻ. ഇപ്പൊ നീ ആ ദേവ്ജിയെ വരുന്നതിനെ എതിർത്താൽ പഴയ അനുഭവം വെച്ച് ദേവ്ജി പറഞ്ഞത് സത്യമാണെന്നും നിനക്കെന്തോ മറക്കാനുണ്ടെന്നും തോന്നും. അതേസമയം നീ ദേവ്ജിയുടെ വരവിനെ അവർക്കൊപ്പം സ്വാഗതം ചെയ്ത് ഹാപ്പിയായി നിന്നാൽ അത് അവർക്കിടയിൽ നിനക്ക് ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും. ഇതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, സാഗർ പറഞ്ഞതുപോലെ കേട്ട് അലികയ്ക്ക് വേണ്ടി ഡൽഹിയിൽ പോയി മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തു വന്നാലേ അത് നിന്റെ കിരീടത്തിലൊരു പൊന്തൂവലല്ലേ? പിന്നെ അതെ നിനക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന വില എന്താകും? ഇതെല്ലാം കേൾക്കുമ്പോ മാനസക്കാണെങ്കിലും ആന്റിയമ്മയുടെ വാക്കുകളിൽ സത്യമുണ്ടെന്ന് തോന്നുകയാണ്. ഇപ്പൊ നിന്റെ മുഴുവൻ ശ്രദ്ധ ഡൽഹിയിലുള്ള ആ ഡിസൈനെ പറ്റിയായിരിക്കണം. കൺമണി നിന്നെ സഹായിക്കുമല്ലോ. പിന്നെ എന്താ മോളെ, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ ആ മനസ്സിലായെന്ന് പറഞ്ഞ് തലയാട്ടുന്നുണ്ട് മാനസ. പക്ഷെ ദേവ്ജി എന്ന് പറഞ്ഞ് പിന്നെയും ആശങ്കപ്പെടുന്നത് കാണുമ്പോ, പിന്നെയും ദേവ്ജി അയാൾ അവിടെ എവിടെയെങ്കിലും വന്നിരുന്ന് പോയിക്കോട്ടെ. അയാൾക്ക് സാഗറിന്റെയും കൃഷ്ണന്റെയും മേല് നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് നീ അയാളെ ചൊറിഞ്ഞ് പണി മേടിച്ചു വെക്കാതെ ഈ ആന്റിയമ്മ പറഞ്ഞ തരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുമോളെ. അപ്പൊ മാനസ പറയും, അങ്ങനെ ഓർത്ത ആന്റിയമ്മ പറയുന്നതിന് കാര്യമുണ്ട്. ശേഷം ആന്റിയമ്മയോട് സോറിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റിയമ്മ വീണ്ടും ഉപദേശിക്കുന്നുണ്ട്. അതെ, എടുത്ത് ചാടി ഓരോന്ന് കാണിക്കാതെ നല്ല പോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം. കക്കാൻ അറിഞ്ഞാ പോരാ, നിൽക്കാനും അറിയണം. മനസ്സിലായോ? എല്ലാം മനസ്സിലായെന്നുള്ള അർത്ഥത്തിൽ മൂളുന്നുണ്ട് മാനസ. അതിനുശേഷം കാണിക്കുന്നത് കൃഷും മഹിയും തമ്മിൽ സംസാരിക്കുന്നതാണ്. സത്യം പറഞ്ഞാലേ ആ ദേവ്ജിയെ കാണുമ്പോ ഇപ്പൊ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാ തോന്നുന്നത്. അയാളെ ശരിക്കും മാസാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷിയല്ലേ നമ്മളിപ്പോ താഴെ ഇടാൻ പോകുന്നത്. കൺമണി ഓഫീസിൽ വരുന്നതോടുകൂടി മാനസികമായിട്ട് അകലും. പഴയ ഡിസൈൻസിന്റെ ഒക്കെ രഹസ്യം പുറത്തു വരും. അത് കൂടുതൽ കോംപ്ലിക്കേഷനിലെത്തും. ചുരുക്കത്തിൽ മോനെ പന്തിപ്പോ നിന്റെ കോട്ടിലാടാ എന്ന് പറഞ്ഞ് കൃഷിനെ സുഖിപ്പിക്കുന്നുണ്ട് മഹി. കൃഷിനാണെങ്കിലും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് മഹിയുടെ വാക്കുകൾ കേൾക്കുമ്പോ. പക്ഷെ അതിനിടയിൽ എനിക്കൊരു സംശയം കിടപ്പുണ്ട്. ദേവ്ജിക്കെതിരെ പരസ്യമായിട്ട് സംസാരിച്ച ആളാണ് കൺമണി. എന്നിട്ടും കൺമണി എന്തുകൊണ്ട് ദേവ്ജി ഓഫീസിൽ വെച്ചു? അങ്ങനെ മഹി ചോദിക്കുമ്പോ വ്യക്തിപരമായ ഇഷ്ടക്കേടല്ല, കഴിവാണ് എവിടെയും ദേവ്ജിയുടെ മാനദണ്ഡം. കൃഷ് അത് പറയുന്നതായിട്ട്, എന്താടാ നിനക്ക് കൺമണിയോട് ഒരു സോഫ്റ്റ് കോണം, ഒരു ചെറിയ കാറ്റ് അങ്ങോട്ട് വീശുന്നതാണോ? അപ്പറഞ്ഞത് കൃഷിനെ ഇഷ്ടപ്പെടുന്നില്ല, മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് മഹിയോട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല അത് പോട്ടെ, ആ ബൽറാമിന്റെ കേരളത്തിലെ ഏജന്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ സീരിയസ് ആയിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ഒരു
ശിങ്കിടിയെ കിട്ടിയിട്ടുണ്ട്. 2 ദിവസത്തിനകം ഞാൻ അയാളെ കണ്ടുപിടിക്കും എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് മഹി. തുടർന്ന് കൃഷ് പറയുന്നുണ്ട്, എടാ മഹി, നമ്മുടെ ഈ കൺമണി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. അവള് തന്നെ ആയിരിക്കണം ഡൽഹി ഡിസൈൻ വരച്ചത്. അവള് നല്ല കഴിവുള്ളവളാ. അതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും മഹിക്ക് ഒരു കാര്യം ഉറപ്പാവുകയാണ്, കൃഷിന് കൺമണിയോട് പ്രണയം തോന്നി തുടങ്ങിയെന്ന്. നിന്റെ പ്രണയക്കാറ്റ് അങ്ങോട്ട് തന്നെ വീശുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് മഹി. കൃഷാണെങ്കിൽ ദേഷ്യത്തോടെ മഹിയുടെ കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. എന്തായാലും ആ ഡിസൈൻസിന്റെ കാര്യത്തിലുള്ള സത്യം അറിയണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദേവ്ജിയെ കാണുക, കാര്യം ചോദിക്കുക. കൃഷ് ആണെങ്കിലും മഹി പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചെത്തുന്ന കൺമണിയെ കാത്ത് അമ്മായിമാര് ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. കൺമണി വന്നത് കാണുമ്പോ അമ്മായിമാര് ചൂടായിക്കൊണ്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, നീ വീണ്ടും അലികയുടെ ഹെഡ് ഓഫീസിലേക്ക് വരുന്നുണ്ടല്ലേടി എന്ന് ആര് പറഞ്ഞു എന്ന് കൺമണി ചോദിക്കുമ്പോ, കണ്ടോ അവളുടെ അഭിനയം കണ്ടോ? സത്യം പറഞ്ഞാലേ ബുദ്ധിയുള്ളവര് അലികയുടെ ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു വരാതിരിക്കുക ചെയ്യേണ്ടത്. ഓഫീസിലെ ജോലിക്ക് ചേർന്നാ തീർന്നു. സത്യം പറഞ്ഞ ഞാൻ എന്നും പ്രാർത്ഥിക്കും എന്നെ ആ ഹെഡ് ഓഫീസിൽ നിന്ന് വല്ല ചെറിയ യൂണിറ്റിലേക്ക് മാറ്റണമെന്ന്. ഇങ്ങനെ അമ്മായിമാര് പറയുന്നത് കേട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ മാനസ മാഡത്തിനോട് പറഞ്ഞ് അമ്മായിമാരെ ചെറിയ യൂണിറ്റിലോട്ട് മാറ്റാം. അത് കേൾക്കുന്നത് അമ്മായിമാർക്ക് പേടിയാവുന്നുണ്ട്. അമ്മായിമാരൊന്ന് ആശ്വസിച്ചോട്ടെ എന്ന് കരുതി കൺമണി പറയുന്നുണ്ട്, ഞാൻ മിക്കവാറും ഹെഡ് ഓഫീസിലേക്കൊന്നും വരാൻ പോകുന്നില്ലെന്ന്. ഇതേ സമയം മനോജ് ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നിട്ട്, എന്താ മോളെ, എന്താ പ്രശ്നം ചോദിക്കുന്നു. അത് പിന്നെ എന്നെ അലികയുടെ ഹെഡ് ഓഫീസിലോട്ട് മാറ്റുമെന്ന് അമ്മായിമാര് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് പോകാനും വലിയ താല്പര്യമില്ല. മനോജും അപ്പൊ പറയുന്നുണ്ട്, താല്പര്യമില്ലെങ്കിൽ പോകരുത്. ആ സ്ഥാപനത്തിൽ മോൾക്ക് മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്നിനധികം പ്രാവശ്യം ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് പോവേണ്ടിയും വന്നിട്ടുണ്ട്. പോണ്ട തീരുമാനം ശരിയാ, ഇനി അങ്ങോട്ട് പോണ്ട. ഏട്ടൻ കൊണ്ടുവന്ന ജോലിക്ക് ചേർന്നാൽ മതി, അലിക വിട്ടേക്ക്. അമ്മായിമാരാണെങ്കിലും ഏട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറയുന്നുണ്ട് കൺമണിയോട്. കൺമണി പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാന്ന്. അതും പറഞ്ഞ് കൺമണി പോകുമ്പോ മനോജ് വീണ്ടും കൺമണിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഡിസൈൻ നീ എനിക്ക് ചെയ്തു തരണം, ഞാൻ വരയ്ക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട് കൺമണി. മനോജിനെ അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കരുതും ഞാൻ നിന്നെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുവാണെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മോളെ നിർബന്ധിക്കുന്നത്. ഒന്ന്, നമ്മൾ രണ്ടുപേരും ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. രണ്ടാമത്, നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനിക്കാൻ പറ്റും. കൺമണി പറയുന്നുണ്ട്, എനിക്കിതൊക്കെ അറിയാമെന്ന്. ഏതായാലും മോൾ ആ ഡിസൈൻ വരയ്ക്ക്. ഏട്ടന്റെ പ്രതീക്ഷയാണ് ആ ഡിസൈൻ. ഞാൻ ഇന്നു മുതൽ ആ ഡിസൈൻ വരയ്ക്കാൻ തുടങ്ങും ഏട്ടാ. അങ്ങനെ കൺമണി പറഞ്ഞപ്പോ കൺമണിയെ ചേർത്ത് പിടിച്ച് നന്ദി പറയുന്നുണ്ട്. ഞാൻ ഏതായാലും ആ ബൽറാം സാറിനെ വിളിച്ചൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് മനോജ് സന്തോഷത്തോടെ ബൽറാമിനെ വിളിക്കാനും പോകുന്നുണ്ട്. ഇതേ സമയം ദേവ്ജിയോട് കൃഷ്, ദേവ്ജി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്.